കത്തിച്ച് വെളിച്ചം പകരുന്ന പഴയ രീതിക്ക് മാറ്റം വന്നു. കുറെ കൂടി ആരോഗ്യകരമായ ബൾബ് സിസ്റ്റം നിലവിൽ വന്നതോടെ ഓപ്പറേറ്ററുടെ ജോലിയുടെ കാഠിന്യം കുറഞ്ഞു. കാർബൺ കഴിഞ്ഞതിന് ശേഷം ബൾബായി, ലാമ്പായി, ആ ലാമ്പ് സെനോര ലാമ്പായി, ഇപ്പോൾ ലാമ്പിലായി. അങ്ങനെ ലാമ്പിലാണ് പോടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് ആയത്, UFO ആയത്. ഇത് 3 സിസ്റ്റവും നമ്മളിവിടെ ഉണ്ട്. കാർബൺ കത്തിച്ച് പ്രൊജക്ഷൻ നടത്തിയിരുന്ന പഴയ പ്രൊജക്ടറിന്റെ അടുത്ത സ്റ്റേജാണിത്. ഇതിൽ കാർബണ് പകരം ബൾബാണ് ഉപയോഗിക്കുന്നത്. മറ്റേ കാർബണിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ കണ്ടു. പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിനെ മിറർ വെച്ചിട്ട് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ഇതിലൂടെ ഫിലിമിലൂടെ കടന്നു പോകും. ഫ്രണ്ടിലുള്ള ലെൻസ് അതിന് എൻലാർജ് ചെയ്യും. അത് സ്ക്രീനിൽ കാണും. ഇവിടെ ആ ധർമ്മമെല്ലാം ഇതിലുണ്ട്. പക്ഷെ ഇതിൽ ഈ കാർബണ് പകരം ബൾബാണ് ഉപയോഗിക്കുന്നത്. മറ്റെന്തൊക്കെ മാറ്റങ്ങൾ ഈ പ്രൊജക്ടറിലുണ്ട് എന്നുള്ളത് ഈ പ്രൊജക്ടറിന്റെ ഓപ്പറേറ്റർ ശ്രീ ജെയിംസിനോട് നമുക്ക് ചോദിക്കാം. എന്താണ് പഴയ പ്രൊജക്ടറും ഈ പ്രൊജക്ടറും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം? ഈ പ്രൊജക്ടറിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ലൈറ്റിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് സംഭവിക്കുന്നുള്ളൂ. ഇതൊന്ന് കാണിക്കോ ത്രെഡ് ചെയ്യുന്നത്? ഓക്കെ. ബൾബുള്ള ഭാഗം എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ കാർബൺ കത്തിക്കുന്ന പ്രൊജക്ടറിൽ ഇത് കാർബണിന്റെ പുക പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉള്ളത് അല്ലേ? ഇതിലെന്തിനാണ് ഈ കുഴല്? ഇതിന്റെ ലൈറ്റിന് കൂളിംഗ് കിട്ടാൻ വേണ്ടി. ഇതിൽ തന്നെ 3 ഫാൻ ഇതിനകത്ത് അല്ലാതെ തന്നെ വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് ഉണ്ട് അതിനകത്ത്. എക്സോസ്റ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഫാനും ഉണ്ട്. അപ്പൊ ഈ ബൾബ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. മറ്റേ പുക പോകാൻ വേണ്ടിയാണ്. ഇത് ചൂട് വലിച്ചടയാൻ വേണ്ടി. ഇത് ഏതാ കമ്പനി? ഇത് സിനി ട്രാക്ക്. ഇതിലിപ്പോ ഇവിടെ സിനിമകൾ കാണിക്കാറുണ്ടോ? ഇതിൽ പ്രിന്റിൽ കാണിക്കാറുണ്ടോ? പരസ്യങ്ങളും അതുപോലെ കഴിഞ്ഞ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ 5 എല്ലാം ഇതിൽ തന്നെ കാണിച്ചു. നല്ല പ്രിന്റ് വരുമ്പോ ഇതിൽ കാണിക്കുന്നത്. ഇതിലെ ഈ ലെൻസ് ഇതിനെന്താ പ്രത്യേകത? ഇത് സ്കോപ്പ് ലെൻസ് ആണ്. ഇതെന്താ 180, 90, 80 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. ലെങ്ത് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ലെങ്ത് അനുസരിച്ച് ഇത് ഇത് ഫോക്കസിങ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇത് വൺസ് ഇത് ഫിക്സ് ചെയ്താൽ പിന്നെ അതിൽ മാറ്റേണ്ട കാര്യമില്ല. നമ്മുടെ തിയേറ്ററിൽ ഫിക്സ് ചെയ്താൽ പിന്നെ വേണ്ട. പിന്നെ അടുത്ത തിയേറ്ററിലാണെങ്കിൽ നമുക്ക് പിന്നെ ഫോക്കസിങ് വ്യത്യാസം വരുന്നത്. ഇത് ഫോക്കസിങ് ഉള്ള ലെൻസാണ്. ഓരോ തിയേറ്ററിനും ഓരോ സ്ക്രീൻ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? ആ സ്ക്രീൻ ഡിസ്റ്റൻസിനനുസരിച്ച് ഇതിൽ സ്ക്രീനിന്റെ അതിന് തന്നെ ലെൻസുകൾ വ്യത്യാസമുണ്ട്. ഒരു റേഞ്ച് വരെ നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലെൻസിന് തന്നെ 4, 4.5, 5 അങ്ങനെ ഓരോ തിയേറ്ററിനും ഓരോ സൈസ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് മാത്രമേ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അതല്ലെങ്കിൽ അടുത്ത സ്റ്റേജുള്ള ലെൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. മിനിമം ഡിഫറൻസ് ഒക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഈ ലെൻസ് മറ്റൊരു തിയേറ്ററിൽ പ്രൊജക്ടറിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ സ്ക്രീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചും ഡിസ്റ്റൻസിനനുസരിച്ചും ഈ ലെൻസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ശ്രീധർ തിയേറ്ററിനകത്തെ കഫറ്റേരിയ ആണ്. മെട്രോ സിറ്റികളിലൊക്കെ ഉള്ള തിയേറ്ററുകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഈ സൗകര്യം കേരളത്തിൽ വളരെ കുറച്ച് തിയേറ്ററുകളിലേ ഉള്ളൂ. 1964 ശ്രീധർ തിയേറ്റർ പണിത്. അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊജക്ടേഴ്സ് ഗവൺമെൻറ് കാലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രൊജക്ടേഴ്സായിരുന്നു. പിന്നെ RCA സ്പീക്കേഴ്സും മോണോ തിയേറ്റർ ആയതുകൊണ്ട് അതിൻ്റേതായ ആംപ്ലിഫയേഴ്സാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ശ്രീധർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്ററാണ്. അന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തിയേറ്റർ ശ്രീധർ തന്നെയായിരുന്നു. പിന്നീടുള്ള മാറ്റങ്ങളെന്ന് വെച്ചാൽ സിനിമാസ്കോപ്പ് ചിത്രങ്ങൾ കൂടുതൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഇവിടെയായിരുന്നു. എന്നുവെച്ചാൽ 64 തൊട്ട് ഏകദേശം ഒരു 2003 വരെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹോളിവുഡ് ചിത്രങ്ങളാണ് പൂർണ്ണമായിട്ടും ഇവിടെ പ്രദർശിപ്പിച്ചത്. അപ്പോൾ ആ സമയങ്ങളിൽ മലയാളത്തിലോ ബാക്കി ഭാഷകളിലോ സിനിമാസ്കോപ്പ് ചിത്രങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ മിക്കതും സിനിമാസ്കോപ്പ് ചിത്രങ്ങളായിരുന്നു. പിന്നീട് വ്യത്യസ്തമായ ഫോർമാറ്റുകളെന്ന് വെച്ചാൽ 35 mm തന്നെ ഫ്ലാറ്റ് കൂടാണ്ട് വിസ്താവിഷൻ എന്നുള്ള യൂറോപ്പിൽ മാത്രം കൂടുതൽ പ്രചാരത്തിലുള്ള അങ്ങനെ പല വിധത്തിലുള്ള സ്ക്രീനുകളാണ് ഇവിടെ തന്നിരുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മൂവി പ്രൊജക്റ്റിൽ പോലും കാർബൺ മങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഈ കാർബൺ മാറ്റി വെച്ചില്ലെങ്കിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് വളരെ മങ്ങിപ്പോകും.
ഉടനെ ആളുകൾ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് ഓപ്പറേറ്റർ എവിടെയെങ്കിലും നിൽക്കുന്ന ആൾ ഓടി വന്ന് ഫ്രഷ് കാർബൺ വെക്കുക. ഫ്രഷ് കാർബൺ വെക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൃത്യമായിട്ട് ടോണ്ടപ്പ് അല്ലെങ്കിൽ ആ ഭാഗം ഓവർ ബ്രൈറ്റ് ആയി പോകും. പിന്നെ ഈവൻ മോട്ടറൈസ്ഡ് എന്താ പറയുക, ഇതിൻ്റെ ട്രെയിനിങ്ങിന് പകരം ഹാൻഡിൽ ചെയ്തിരുന്നപ്പോൾ ഇയാളുടെ കൈക്ക് ഒരു അല്പം സ്ട്രെയിൻ തോന്നിക്കഴിഞ്ഞാൽ സ്പീഡിൻ്റെ വേരിയേഷൻ വരെ വരുമായിരുന്നു. അത്തരത്തിലുള്ള സംഭവം വളരെ രസകരമായിട്ട് നമ്മൾ വായിച്ചു പോകുന്നത്, ഇലക്ട്രിസിറ്റി ഇല്ലാത്തപ്പോൾ ഈ തിയേറ്ററുകളിൽ ലൈറ്റിംഗ് സംവിധാനം ഒരു വലിയ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിക്കകത്തൊരു പെട്രോമാക്സ് വെക്കും. പെട്ടിയുടെ പുറത്തൊരു പലക വെച്ചിട്ട് പെട്രോമാക്സ് അത് വെക്കുമ്പോഴാണ് അത് ഫുൾ ബ്രൈറ്റ്. പെട്ടിക്കകത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ അത് ഡിം ലൈറ്റാണ്. പിന്നെ പെട്ടിയുടെ മീതൊരു ചാക്കിട്ട് മൂടുമ്പോഴാണ് ഡാർക്ക്നെസ് ആവുന്നത്.